പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അതെന്നാ രോഗമാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. കുറച്ചു നാളായി ഉറക്കക്കുറവിന്റെ പ്രശ്നം പറയുന്നുണ്ടായിരുന്നു. ചില ദിവസമൊക്കെ വെളുപ്പാങ്കാലം വരെ എഴുന്നേറ്റിരിക്കും. ഇപ്പൊ പറഞ്ഞത് കള്ളന്മാരുടെ അസുഖല്ലേ? രാത്രി മുഴുവനും ഉണർന്നിരിക്കും, പുലർച്ചെ കിടന്ന് ഉറങ്ങും. അപ്പൊ നീ കള്ളനെ അല്ലാതെ വേറെ ആരും സഹായത്തിന് കിട്ടിയില്ലേ? ഇവനിപ്പോ കള്ളനൊന്നും അല്ല മോളെ, ആത്മാർത്ഥതയുള്ള എന്റെ വിശ്വസ്ത സ്ഥാപനോ അല്ല, എന്റെ വിശ്വസ്ത സേവകനാ. കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന് വേണമെങ്കിലും പറയാം. മുതലാളിയുടെ അടുക്കളക്കാരനും കൂടെ ആണല്ലോ. അധികം അടുപ്പിക്കാതിരിക്കുന്നേ അപ്പന നല്ലത്. എന്താ ഈ ജോണിക്കുട്ടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീട്ടിലൊരു സഹായം വേണ്ടേ? അത് നീ കള്ളനിട്ടുള്ളൂ. കള്ളന്മാരില്ലാതെ വേറെ ആരെങ്കിലും എന്റെ കൂടെ നിൽക്കുവോ? എപ്പോഴാ ഒരു നെഞ്ചുവേദന അന്ന് പിടഞ്ഞു വീഴുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ ഒരുത്തം വേണ്ടേ? ഇനി എപ്പോഴും നമ്മുടെ പിന്നാലെ ഒരുത്തൻ കുടയും പിടിച്ചോണ്ട് നടക്കാനുള്ളത് നല്ലതാണ്. ഇവനാകുമ്പോ നല്ല പൊക്കവും ഉണ്ട്. അങ്ങനെ കൊട പിടിക്കാനൊന്നും എന്നെ കിട്ടില്ല. എന്താ കൊട പിടിച്ചാല് എന്റെ കൈ അടയ്ക്കൂലേ? അപ്പൊ പിന്നെ പ്രാജി മുതലാളി കൊട പിടിക്കേണ്ടി വരും. നീ പറ മോളെ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാ എനിക്കും അറിയാൻ വയ്യാത്തത്. ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ എവിടെയോ വെച്ച് മറന്നു. ഒരു ഓർമ്മയില്ല. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അസുഖമാണ്. ഞാൻ മറന്നല്ല, പ്രതാപേട്ടന്റെ കാര്യമാണ്. അതെ, ഞങ്ങൾ വീട്ടുകാരെ സംസാരിക്കുമ്പോ കള്ള അതിന്റെ ഇടയ്ക്കോട്ട് കയറേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അങ്ങ് നേരെ ചെന്ന് കയറുന്ന പണ്ടേ എനിക്ക് ഇഷ്ടമില്ല. പല്ല് തേക്കുന്ന ബ്രഷ് എടുത്ത് ഷേവ് ചെയ്യും. അതുകൂട്ട് പറഞ്ഞ എനിക്കും കൂടെ കിട്ടിയെങ്കിൽ കൊള്ളാമെന്ന്. ഒരു പിടിക്ക് 2 പക്ഷി. ഇങ്ങോട്ട് വന്നേ. അവൻ കേക്കണ്ട. കുളിക്കാൻ കയറിയ കുറച്ചു നേരം ബാത്റൂമിൽ നിന്നിട്ട് എന്തിനാ കയറിയെന്ന് മറന്ന് തിരിച്ചു വരും. അത് വെള്ളത്തിന്റെ അലർജിയാ എനിക്കുണ്ട്. അതുകൊണ്ട് കുളി ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം. എന്നെ എങ്ങോട്ടാ നീ വലിച്ചോണ്ട് പോകുന്നേ? അവൻ കേട്ടെന്ന് കരുതി ഒരു കുഴപ്പമില്ല. ഈ നാട്ടിലെ എല്ലാ വീടുകളിലെയും രഹസ്യങ്ങൾ അറിയുന്നവനാണ് ഈ വാസു. വീട്ടുകാർ ഉറങ്ങാൻ വേണ്ടി തട്ടിൻ മുകളിലും കട്ടിനടിയിലും മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ എത്ര രഹസ്യങ്ങളും ബലഹീനതകളും മൂല്യച്യുതികളും ഞാൻ അറിഞ്ഞിരിക്കുന്നു. പിന്നെ നടുക്കുന്ന അവിഹിത ബന്ധങ്ങൾ വരെ കണ്ടിട്ടുള്ളവനാണ് ഈ വാസു. അതേ മോളെ, വക്കീലിനോടും ഡോക്ടറോടും മാത്രമല്ല കള്ളന്മാരോടും ഒന്നും ഒളിപ്പിക്കാൻ പാടില്ലെന്നാ ഇപ്പോഴത്തെ പുതിയ പ്രണാമം. അല്ല, പ്രമാണം. ഒളിപ്പിച്ച കള്ളത്താക്കോലിട്ട് തുറന്ന് ഞാൻ രഹസ്യങ്ങൾ പുറത്ത് കാണിക്കും. എന്റെ ടെൻഷൻ അപ്പന് വെറും തമാശയല്ലേ? അയ്യോ അല്ലേ മോളെ, പ്രതാപേന്ദ്രന് എന്ത് സംഭവിച്ചാലും അതെനിക്ക് സന്തോഷമാണ്. പക്ഷേ അത് നിന്നെ ദുഃഖിപ്പിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴും എനിക്ക് സന്തോഷമാണ്. അല്ല, സങ്കടമാ. അലി സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ പ്രതാപ സാറിന് അൽഷിമേഴ്സ് ആവാനാണ് സാധ്യത. സാധനങ്ങൾ മാറിപ്പോവുക, ഓരോന്നും മറക്കുക, പഴയ കാലത്തെ കുറിച്ച് സംസാരിക്കുക, പഴയ പാട്ടുകൾ പാടുക. അങ്ങനെ ചില സൂചനകളൊക്കെ ഉണ്ട്. അപ്പൊ സംഗതി മറ്റത് തന്നെ. തന്മാത്ര എന്ന സിനിമയുടെ CD ഇട്ടൊന്ന് കാണ്. അതിൽ ലാലേട്ടന് ഇത് തന്നെയാണ് അസുഖം. ഒടുവിൽ നല്ല പ്രായത്തിൽ തന്നെ ആളുടെയും ഒരുപാട് ഇടിച്ചു നിർത്തിയിട്ടുള്ളത്. പക്ഷെ ശത്രുവിന് തന്മാത്ര എന്നറിഞ്ഞപ്പോ മോളെ, നിയമം പറഞ്ഞ സിനിമ എടുത്തൊന്ന് കാണ്. എന്നിട്ട് അതൊക്കെ തന്നെയാണ് പ്രതാപേന്ദ്രനെ കാണിക്കുന്നെങ്കിലേ നമുക്ക് ആശുപത്രിയിൽ അങ്ങനെ കൊണ്ടുപോവാ. എന്താ? ഞാനാരാ? അപ്പോ ഞാനാരാ? കാണല്ലേ? എന്താണ് അവിടെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത്? പട്ടാപ്പകല് മോഷ്ടിക്കാൻ ഇറങ്ങിയാണോടാ? സത്യമായിട്ടില്ല സാറേ. ഈ വീട്ടിലെ ത്രേസ്യമ്മ ചേട്ടത്തിക്ക് കുരിശു വെച്ച് ഒരു നിലവിളക്ക് വേണമെന്ന് പറഞ്ഞു. അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വന്നതാ. നിലവിളക്ക് മോഷ്ടിച്ചോണ്ട് വന്നേന്നോടാ? ഇല്ല സാറേ, എക്സ്ചേഞ്ച് ഓഫറിൽ കിട്ടിയതാ. പരാതി കിട്ടിയാൽ ഇടിച്ചു നിന്റെ എല്ലാം ഞാൻ. പുരുഷോത്തമൻ സാറേ, സാറേ 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 എന്ത് ചെയ്യ സാറേ സാറേ എന്ത് ചെയ്യാൻ? ശരി, ഈ സീനും കണ്ട് ഏതെങ്കിലും കള്ളന്മാര് വന്ന എന്നെ തസ്കര സംഘത്തിൽ നിന്ന് പുറത്താക്കൂല്ലേ എന്റെ ചാത്തന്മാരെ? സാറേ
സാറേ ശ്ശെ, ഏതോ ബ്രാൻഡ് മാറി അടിച്ച് പൂസായെന്ന് തോന്നുന്നു. ശ്ശെ, കള്ളിന്റെ മണമല്ല, ഇനിയിപ്പൊ കഞ്ചാവാണോ? ശ്ശോ, എന്റെ ചാത്തന്മാരെ, പോലീസിനെ തൂക്കിയെടുത്തോണ്ട് വേണ്ട ഗതി ഈ കള്ളനായ എനിക്ക് തന്നെ വന്നല്ലോ. ഓ, അത് ഉറങ്ങിയ സാറേ, സ്റ്റേഷനിലെ പുലിയാണെന്ന് തോന്നുന്നു. പുലിയുടെ സൗണ്ടൊക്കെ എടുക്കുന്നു. പരമ കഷ്ടം. പാട്ടുപാടി പുറക്കാൻ ഞാൻ താമര പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, അടിക്കരളിൻ്റെ കാതലേ. ഏത് കള്ളനും ഒരു ദിവസം വരും. അവനെ കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച പോലീസുകാരനെ മുമ്പിൽ കൊണ്ടു തന്നിട്ട് ചാത്തന്മാര് പറയും, ഇടിയടാ, അവന്റെ അടിനാവിനിട്ടിടിച്ച് കലക്കടാ. ചാത്താ, ആ ചാൻസ് ആണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, ബാധയില്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിന്റെ പകുതി മുടി മുറിച്ച് കളയാം, പകുതി മീശ പിഴുത് കളയാം, അല്ലെങ്കിൽ ഉരുട്ടിക്കളിക്കാം. ഏടാ പുരുഷോത്തമ, ഏടാ പുരുഷോത്തമേ. ഇതേതാ സ്ഥലം? ഞാൻ സ്റ്റേഷനിൽ അങ്ങനെ ഇവിടെ എത്തി. സത്യം പറ, നീ എന്നെ തട്ടിക്കൊണ്ടു വന്നല്ലേടാ? പിന്നെ പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ടുവരാൻ സാറാര് സീതാദേവിയാ? പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ എത്തി? റോഡിൽ ഉറങ്ങി വീഴണ്ടെന്ന് കരുതി ഒരു മനസ്സാക്ഷിയുടെ പേര് ഞാൻ ഇവിടെ എടുത്തോണ്ട് വന്നു. അതിപ്പോ തെറ്റായ? എന്നാ പിന്നെ എഴുന്നേരി, ഞാൻ റോഡിൽ തന്നെ കൊണ്ടിട്ടേക്കാം. എനിക്ക് എന്താ സംഭവിച്ചത്? ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. ഇനി എന്റെ സ്വഭാവം മാറിയ സ്ഥലം വിട്ടേക്ക് പോ. ഒരു കള്ളന്റെ കൂടെ ഞാൻ പോകുന്നത് ആരെങ്കിലും കണ്ടോ? ഈശ്വര, ഇനി എന്റെ തൊപ്പി തെറിക്കുവോ? അയ്യോ, എന്റെ തൊപ്പി! ലോ പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഇങ്ങനെ ഉറങ്ങി റോഡിലൂടെ നടന്നാ തലയടിച്ച് വീഴുന്ന സകല ക്ഷീണവും പോവും. വഴി സംസാരിച്ചിരുന്നപ്പോഴേ എന്റെ ദേഹത്ത് ചാരി വീണ നിങ്ങളാ. എന്റെ സ്ഥാനത്ത് വല്ല സ്ത്രീകളും ആയിരുന്നെങ്കിലേ സാർപ്പ സ്ത്രീ പീഡന കേസിനകത്താ. റിട്ടയർഡ് ആവുമ്പോ എന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാതെടാ. കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്നവർ പ്രതികളാവുന്ന കാലമായത്. വേഗം പൊക്കോ. ഇനി കള്ളന്റെ സങ്കേതത്തിൽ പോലീസ് പങ്കുപറ്റാൻ വന്നെന്ന് പത്രക്കാരൊന്നും എഴുതണ്ട കേടാ. പിന്നെ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ നോക്കണേ. അതിവിടെ ഞാൻ വന്നപ്പോഴേ നഷ്ടപ്പെട്ടില്ലേ? എന്തോന്നു? എന്റെ മാനം. അതല്ല, വല്ല വാച്ചോ പേഴ്സോ മാലയോ അങ്ങനെ എന്തെങ്കിലും. ഒടുവിൽ ഉപകാരം ചെയ്തിട്ട് എനിക്ക് ഉപദ്രവമായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനൊന്നും പോകാനില്ലടാ. എന്നാ പോ. വണ്ടി കടവയ്ക്കാതെ സൂക്ഷിച്ചു പോണേ. എന്റെ ചാത്തന്മാരെ, പോലീസുകാർ മുഴുവനും രാത്രി ഇതുപോലെ ഉറങ്ങി നടക്കുകയായിരുന്നെങ്കിൽ കള്ളന്മാരെ നമുക്ക് പണിയെടുക്കാൻ എന്ത് സുഖമായിരുന്നു. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു ചക്കരമാവിൻ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. എങ്ങനെയുണ്ട്? ഞാനേ പണ്ട് സ്കൂൾ ആനിവേഴ്സറിക്ക് വേണ്ടി പാടിയ പാട്ടായിരുന്നു. ഏത് ക്ലാസ് പഠിക്കുമ്പോ? 5ലോ 6ലോ പഠിക്കുമ്പോ. അന്നേ നമ്മുടെ സ്കൂളിന്റെ അടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നേ, ഉണ്ണിമായ. എവിടെ നിന്ന് മാങ്ങാപ്പഴം കിട്ടിയാലും എനിക്ക് കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ അവളെ ഉണ്ണിമാങ്ങാന്നാ വിളിക്കുന്നേ. ഉണ്ണിമാങ്ങ, ഉണ്ണിമാങ്ങ, ഉണ്ണിമാങ്ങ.
പിന്നെ ഉണ്ണിമാങ്ങയുടെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഉണ്ണിയപ്പം കൊണ്ടുവരൂടി. പ്രതാപേട്ടാ, ഉണ്ണി വാങ്ങി ഉണ്ണിയപ്പോ എഴുന്നേക്ക്. എന്തിന്? നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ പോണം. നിനക്കും തീറ്റി? എനിക്കല്ല, പ്രതാപേട്ടനെ കാണിക്കാനാ. എനിക്കെന്ത് പ്രശ്നം? ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുന്നത് പോലെ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അതല്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുക. പ്രതാപേട്ടന അബ്നോർമലാ. ആലിസേ, അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, നമുക്കൊരു ഡോക്ടറെ കാണാൻ പോണം. എനിക്കിപ്പോ ഒരു ഡോക്ടറെ കാണണ്ട. ഞാൻ അബ്നോർമൽ ആണെന്ന് പറയണ നിന്നെയാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. അത് ശരി. അപ്പൊ എന്നെ മെന്റലാക്കാനുള്ള പരിപാടിയല്ലേ നടന്നതുവാ. എന്നുജത്തിക്ക് പൂനിലാവിൽ നിന്നും പൊന്നിൽ ഉടയാട തീർത്തെടുക്കും. ഹലോ അപ്പാ, പ്രതാപേട്ടനെ ഞാൻ പേടിച്ചതുപോലെ തന്നെ എന്തോ കുഴപ്പമുണ്ട്. ഒരുതരം മാനസിക വിഭ്രാന്തി പോലെ. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം പഴയ പാട്ടും കൂട്ടുകാരും ഒക്കെ കുറിച്ച് പറയുന്നുണ്ട്. അയ്യോ, എത്രയും പെട്ടെന്ന് ആശുപത്രിയിലാക്കണം. പേടിക്കാതെ മോളെ, ഞങ്ങളിതാ ഇപ്പൊ എത്തി. ആലിസ, എവിടെ ഇരുന്ന ബൂസ്റ്റ് എവിടെ? അതൊക്കെ സാധനം റെഡി. പോയി ചെന്നാട്ടെ. പോ. അതെല്ലാം വർത്താനോടാ നീ പറയുന്നേ? എസ് ഐ ഒറ്റയ്ക്ക് മരിക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല, നീ കൂടെ പറഞ്ഞു. ഞാൻ വരില്ല. പ്ലാനിങ് എങ്ങാനും പൊളിഞ്ഞാൽ നിങ്ങൾ അമ്മായി മരുമോനും ഒന്നാവും, ഞാൻ ചെയ്യില്ല. നീ അങ്ങനെ പറയരുത്. എന്റെ ഈ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ നിന്നെ ആർക്കും ഞാൻ വിട്ടു കൊടുക്കില്ല. എന്റെ ജോണിക്കുട്ടിയുടെ സ്ഥാനത്താ ഇന്ന് ഞാൻ കണ്ടിരിക്കുന്നത്. എന്റെ വലം കൈയായി നീയും കൂടെ വരണം. വെറുമൊരു കള്ളനായിരുന്നു എന്നെ മകനായി ദത്തെടുത്ത. ഈ സ്നേഹത്തിനും ഹൃദയവിശാലതയ്ക്ക് മുന്നിൽ ഞാൻ മുട്ടുകുത്തുന്നു. മുട്ടൊക്കെ നമുക്ക് പിന്നെ മടക്കാം. ഇപ്പൊ വന്ന കാര്യം നടക്കട്ടെ. നടക്കട്ടെ. പക്ഷെ എസ് ഐ തന്നെ ബോധം കെടുത്താനുള്ള കാര്യം എന്റെ അടുത്ത് പറയരുത്. എടാ നീ ഒന്ന് പിടിച്ചു തന്നാ മതി, ഞാൻ അറുത്തോളാം. അല്ലല്ല, മണപ്പിച്ചോളാം. അതിന് മുതലാളിക്ക് ക്ലോറോഫോം മണപ്പിക്കാൻ അറിയാമോ? അതിപ്പോ പ്രത്യേകം പഠിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? പഠിക്കാനുണ്ടെന്ന്. ഒരു നിമിഷം, ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരാം. എടുക്ക്. തുറക്കണം. നോക്കണം. ഇടക്കിടക്ക് മൂക്കി പിടിച്ചാടാ. എന്നിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് മൂക്കി പിടിക്കണം. എന്റെ മോനെ കള്ളപ്പാസു, നീ എന്തുവാടാ ഈ കാണിച്ചത്? കർത്താവേ, പേരെടുക്കാൻ വന്നവളെ ഇരട്ട പറ്റെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഇനിയിപ്പോ ഒറ്റയ്ക്ക് പയറ്റാം. ഹലോ, അപ്പനിപ്പോ എവിടെയാ? എടി, വണ്ടി മാറ്റി പാർക്ക് ചെയ്തിട്ടേ ഞാൻ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുക. എന്തായി കാര്യങ്ങള്? സോഫയിൽ കിടക്കുക. രാവിലെ മുതൽ ഒരേ കിടപ്പ. പിന്നെ ഞാൻ ബാസുവിന്റെ കയ്യിൽ നിന്ന് ക്ലോറോഫോം സംഘടിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പതുക്കെ കയറി പുറകുവശത്തെ ഗേറ്റ് വഴി വാ. ഞാൻ ഗേറ്റ് തുറന്നു വെച്ചിട്ടുണ്ട്. ശരി.
പ്രതാപേട്ടാ, അമ്മ, അമ്മയോ? അമ്മയ്ക്ക് പനിയാ? അയ്യോ, ഞാൻ അമ്മയുടെ മുറിയിൽ നിന്ന് മാറി കിടക്കത്തില്ല. എന്താ പ്രതാപേട്ടാ? അമ്മ വാ, അടുത്ത് കിടക്ക. അയ്യോ, വെ- വെ- എല്ലാം റെഡിയല്ലേ? പിന്നെ എല്ലാം റെഡിയാ. നീ ആ മൂക്കൊന്ന് പൊത്തി പിടിച്ചു. ആ, നിന്റെ മൂക്ക്. ആ, ആ, ആ. ഇതാ ഇത് പിടി. നമിച്ചേ. ഓ, ഓ. മാ, മാ, ചെല്ലു ചെല്ലു, പോ, പൊക്കോ. അയ്യോ, പ്രതാപേട്ടൻ വിളിക്കുന്നു. ഞാൻ പോരാ. പൊക്കോ. ഇന്ന് ഞാൻ ട്യൂഷന് പോകുന്നില്ല. അമ്മ ഇപ്പൊ എവിടെ? അമ്മേ, പ്രതാപേട്ടാ, ആ, ആ, നിനക്കെന്താ മൂക്കി പല്ല് വിളിച്ചു? നീ എന്താ കഥകളി കാണിക്കുവാണ്? എന്റെ കർത്താവേ, ഞാൻ പോന്നേ. അയ്യോ. ആലിസെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം കണ്ടുപിടിച്ചു. എന്താ? പ്രതാപൻ സാറിന്റെ ഡിപ്രഷനും പുരുഷോത്തം സാറിന്റെ ഉറക്കവും അവരുടെ ടാബ്ലറ്റ് തമ്മിൽ മാറിപ്പോയതാ. പുരുഷോത്തം സാറ് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴാ സംഗതി പിടികിട്ടിയത്. പുള്ളിക്കാരൻ കഴിക്കുന്നത് ഉറക്ക ഗുളിയാണെന്ന്. പുരുഷോത്തം സാറിന്റെ ലോ പ്രഷറിന്റെ ഗുളിക കഴിച്ച് പ്രതാപൻ സാറിന് സൈഡ് എഫക്ട് ഉണ്ടായതാ. ദേ, പ്രശ്നം പരിഹരിക്കാനുള്ള ടാബ്ലറ്റ് ഡോക്ടർ തന്നിട്ടുണ്ട്. പ്രതാപൻ സാർ എന്തിയെ? ഇതെന്ത്? മയക്കുവെടി മാറിപ്പോയതാ.